നനച്ച വണ്ടി കയറി നനയ്ക്കാത്തടത്തേക്ക് അതും ഫ്രീ ടിക്കറ്റിൽ പോവുക. രാവിലെ ഭക്തിമാർഗം, അതിന് ശേഷം ബീഫും പൊറാട്ടയും, പിന്നെ ആടാ മുട്ടയിടുക. കന്യാകുമാരിയിൽ കടലിന് മുകളിൽ ഇന്ത്യയിലെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് വിവേകാനന്ദപ്പാറയിൽ നിന്നും തിരുവള്ളുവർ പ്രതിമയിലേക്ക് ഇനി നടന്നെത്താം. ഏട്ടാ പോയാലോ? സമയത്തിലായി പാതിരാക്കി വിളിച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. അല്ല, സമയം 1:55. ഇപ്പോൾ പോയാലോ? ഞാനില്ല. നമുക്ക് മറ്റേ തിരുവനന്തപുരത്തുള്ള ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ നിന്ന് പൊറാട്ടയും ബീഫും, അതുപോലെ തന്നെ റിജില ഹോട്ടലിൽ മട്ടൻ ബിരിയാണിയൊക്കെ കഴിക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കാം. അപ്പം ഗുഡ് മോർണിംഗ് ഹോട്ടൽ കയറിയിട്ട് പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് നേരെ റജില ഹോട്ടലിൽ കയറിയിട്ട് അവിടുന്ന് മട്ടൻ കറിയും മട്ടൻ ചാപ്സും മട്ടൻ സൂപ്പും ഒക്കെ കഴിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇവിടേക്ക് പോവുള്ളൂ. ഓക്കെ. ഇപ്പം നമ്മളുള്ളത് എറണാകുളത്ത്, അതായത് കൊച്ചിയിലാണ് കേട്ടോ. എറണാകുളത്താണോ കൊച്ചിയിലാണോ? എറണാകുളത്തും കൊച്ചിയിലും രണ്ടിടത്തും. എറണാകുളത്താണോ കൊച്ചിയിലാണോ? എറണാകുളം ജില്ലയിൽ. അപ്പം കൊച്ചിയോ? കൊച്ചി എറണാകുളം ജില്ല. കൊച്ചി ഏത് ജില്ലയില്ല? കൊച്ചി ജില്ലയാണോ? ഇല്ലെങ്കിൽ കൊച്ചി ജില്ല ആണോ? അല്ല, കൊച്ചി ജില്ലയല്ല, എറണാകുളം അല്ലേ? എറണാകുളം ജില്ല. അത് കഴിഞ്ഞിട്ട് എറണാകുളം കഴിഞ്ഞിട്ട് അടുത്ത ജില്ല ഏതാ? തൽക്കാലം വെളുപ്പുള്ളത് എറണാകുളത്താണ്, കൊച്ചിന്നും അവിടെ പറയും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ആദ്യം എവിടെയാണ് പോകുന്നത്? തിരുവനന്തപുരത്ത്. അപ്പോൾ തിരുവനന്തപുരത്ത് പോയിട്ട് നമുക്ക് ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ കയറി നല്ല പൊറാട്ടയും ബീഫും ഒക്കെ കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ചില അവിടെയുള്ള കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് കന്യാകുമാരിക്ക് പോയി പിന്നെ അവിടെയുള്ള ഫുഡും എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇതേ തിരുവനന്തപുരത്ത് എത്തിയിട്ടോ. തിരുവനന്തപുരം? അവിടെ തിരുവനന്തപുരത്തിന്റെ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഭാഷ സംസാരിക്കണ്ട അവള്. പിന്നെ നമ്മളെന്തിനാ മറ്റേ കോഴിക്കോട് ഭാഷ സംസാരിക്കുന്നത്? അതിപ്പോ കോഴിക്കോട് ഭാഷ, നമ്മളിപ്പോ കോഴിക്കോട്ടുകാരായതുകൊണ്ട് ഇടയ്ക്ക് കോഴിക്കോട് സ്ലാങ്ങും കയറി വരും. അതൊന്നും പ്രശ്നമാക്കണ്ട നിങ്ങള്. അപ്പൊ ഞങ്ങളിത് ഇപ്പോ നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയിട്ട് ഒന്ന് തൊഴുതിട്ട് വരാം. പത്മനാഭസ്വാമിനെ കാണാൻ പോവാം. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പത്മനാഭനെ കാണാണ്ട് വരുന്നത് മോശമല്ലേ? അതുകൊണ്ട് രാവിലെ തന്നെ ഒരു ഓട്ടോയും വിളിച്ച് ഞങ്ങൾ അമ്പലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പലത്തിലെത്തിയത് നല്ല തിരക്കുണ്ടായിരുന്നു. ഒന്നാമത് ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തന്മാരൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. അതും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവര്. അമ്പലത്തിനകത്ത് കയറിയപ്പോഴോ അവിടെ ഗംഭീര ക്യൂവും. അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ തൊഴുതിറങ്ങി പുറത്തേക്ക് വന്നപ്പോഴാണ് അവിടെ അരവണ പായസം വിൽക്കുന്ന കൗണ്ടർ കണ്ടത്. അങ്ങനെ 100 രൂപ കൊടുത്ത് ഒരു അരവണ പായസവും വാങ്ങി. പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ കയറി ഞങ്ങൾ നേരെ പോയത് ദേ ഈ ഗുഡ് മോർണിംഗ് ഹോട്ടലിലേക്കായിരുന്നു. ഈ ഹോട്ടലിലെ സ്പെഷ്യലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളോട് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഞാൻ പൊറോട്ടയും ബീഫും ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ വന്നു. ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. നല്ല ചൂട് പൊറോട്ട. രാവിലെ ഭക്തിമാർഗം, അമ്പലത്തിലൊക്കെ പോയി കൂരൊക്കെ തൊട്ട് വന്ന് അതിന് ശേഷം ബീഫും പൊറാട്ടയും. ഇതൊന്നും വരുന്നില്ലല്ലോ അതല്ലേ? ഒരു പൊറാട്ടന്റെ പീസ് എടുക്കാം. മറ്റേ നമ്മള് ടൊവിനോ പറയില്ലേ, ടൊവിനോ പറയണില്ലേ, അതുപോലെ കുറച്ച് ബീഫ് റോസ്റ്റ് എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് നല്ല മുരിഞ്ഞൊരു പൊറോട്ട എടുത്ത് അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ കീറിയെടുത്ത് ചാറിൽ മുക്കി ഒരു ബീഫിൻ്റെ കഷ്ണം ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് ഇങ്ങനെ കഴിച്ചാൽ അങ്ങനെ ചൂടുള്ള പൊറാട്ടയും 2 തരം ബീഫും പിന്നെ ഇഞ്ചിയും പുതിനയൊക്കെ ഇട്ടിട്ടുള്ള കട്ടൻ ചായയും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഇപ്പം ഞങ്ങൾ എത്തി നിൽക്കുന്നത് നാഗർകോവിലാണ്. ഇത് നാഗർകോവിൽ ടൗൺ എന്ന റെയിൽവേ സ്റ്റേഷന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ ബസ് കയറി വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ എത്തിയ ശേഷം അവിടുന്ന് ഞങ്ങൾ ഒരു ഓട്ടോ എടുത്ത് ഇപ്പൊ പോകുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഹോട്ടലിലേക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ഹോട്ടലിന് മുന്നിലെത്തി. നഞ്ചിൽ തലപ്പാക്കെട്ട് ബിരിയാണി. ഇതൊരു കുഞ്ഞു ഹോട്ടലാണ്. പണ്ട് കാലത്തുള്ള ഒരു വീട് ഇപ്പൊ ഇങ്ങനെ ഒരു ഹോട്ടൽ ആക്കിയതാണെന്ന് തോന്നുന്നു. പകല്
രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് കേട്ടോ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത്. അതിനുവേണ്ടിയല്ലേ നമ്മൾ ജീവിക്കണേ. അപ്പം ഇവിടെ തമിഴ്നാട് സ്റ്റൈല് കുറച്ച് റൈത്ത, എന്താ കത്തിരിക്ക കുളമ്പ അല്ലേ, കത്തിരിക്ക കുളമ്പ് അല്ലേ, കത്തിരിക്ക കുളമ്പല്ലേ അത് കുറച്ച്, പിന്നെ ഇതെന്താ എന്തോ ഗ്രേവി അതും കുറച്ച്. അലിഞ്ഞു പോകുന്നു. ഭക്ഷണം കഴിച്ചിട്ട് വയറ്റിലെത്തിയാലേ ഇതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പം നീരജ അങ്ങനെ ചിക്കൻ ബിരിയാണി പറഞ്ഞു, ഞാൻ മട്ടൻ ബിരിയാണി പറഞ്ഞു. മട്ടൻ ഇതാണ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ചിക്കൻ കുഴപ്പമില്ല, ഇതൊക്കെ ചെറിയ ചെറിയ പീസുകളാട്ടോ. ചിക്കൻ നല്ല ഇതുണ്ടാക്കിയിട്ട് ഓക്കെ. എങ്ങനെയുണ്ട്? ഇത് തമിഴ്നാട് ബിരിയാണി തന്നെ, പക്ഷെ നമ്മൾ ദിണ്ടക്കല്ലൊക്കെ കിട്ടുന്ന അതിൻ്റെ ഒരു വേറൊരു വേർഷൻ. അതിഗംഭീരമാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇവിടെ നാഗർകോവിൽ കിട്ടുന്നതിലൊരു ബെസ്റ്റ് ബിരിയാണി എന്ന് പറയും. പിന്നെ ഈ തമിഴ്നാട് ബിരിയാണിയിലൊക്കെ ഒരു സ്പെഷ്യലായിട്ട് ചെയ്ത പരിപാടിയാണ് ഈ ബ്രിഞ്ചാലിൻ്റെ ഫ്രൈ കൂട്ടി കഴിക്കുന്നത്. അത് അത്യാവശ്യം ഒരു നല്ലൊരു ഫ്ലേവർ തരുന്നത്. മട്ടൻ്റെ ബീഫാണെങ്കിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെറിയ പീസുകളാണ്, എന്നാലും നല്ല സോഫ്റ്റായിട്ടുള്ള രീതിയിലുള്ള. എന്താ പരിപാടി? കോയല്ലേ മുട്ടടുക? കോയല്ലേ മുട്ടടുക? ഞാനല്ലേ ചിക്കൻ ബിരിയാണി വാങ്ങിയേ? ഞാനല്ലേ ചിക്കൻ ബിരിയാണി വാങ്ങിയേ? അപ്പൊ എനിക്കല്ലേ മുട്ട തരണ്ടേ? കോഴി മുട്ട ഇടുമല്ലോ. പിന്നെ ആടാ മുട്ട ഇടുക? നിങ്ങൾ മട്ടനല്ലേ വാങ്ങി, ആട് മുട്ട ഇടുക? സമ്മതിക്കും. എന്റെ കോഴി മുട്ടട്ടില്ല, എന്റെ കോഴി മുട്ടട്ടില്ല. മോശമായിപ്പോയി. എവിടെ നമുക്ക് ബിരിയാണി കൊണ്ട് തന്ന ആളാട്ടെ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അവിടുന്ന് തമിഴ്നാടിന്റെ ഗവൺമെന്റ് ബസ്സിൽ കയറി ഞങ്ങൾ കന്യാകുമാരിയിലേക്ക് ടിക്കറ്റ് എടുത്തു. നനച്ച വണ്ടി കയറി നനയ്ക്കാത്തടത്തേക്ക്, അതും ഫ്രീ ടിക്കറ്റിൽ പോവാ. ഈ തമിഴ്നാടിന്റെ ഗവൺമെന്റ് ബസ്സിൽ ലേഡീസിന് ഫ്രീ ടിക്കറ്റ് ആണ് കേട്ടോ. അത് മാത്രമല്ല ജെൻസിനാണെങ്കിലും 20 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വെറും 16 രൂപ മാത്രമേ ആയുള്ളൂ. അങ്ങനെ ഞങ്ങൾ കന്യാകുമാരിയിലെത്തി. റോഡ് സൈഡിലുള്ള കടകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഫെറി ടെർമിനലിലേക്ക് പോകാനുള്ള ഗേറ്റിനടുത്ത് എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് നല്ല പണി കിട്ടിയെന്ന് മനസ്സിലായത്. എന്താന്ന് വെച്ചാ ഹെവി വിൻഡ് കാരണം ഫെറി സർവീസ് ഒക്കെ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വിവേകാനന്ദ പാറയിലേക്കൊന്നും പോകാൻ കഴിയില്ല. നിരാശയോടെ ആണെങ്കിലും ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്ന് വിവേകാനന്ദ പാറയെയും തിരുവള്ളൂർ സ്റ്റാച്യുവിനെയും ബന്ധിപ്പിക്കുന്ന ആ ഒരു പുതുതായിട്ട് നിർമ്മിച്ച ഗ്ലാസ് ബ്രിഡ്ജ് ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടു. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ കടലിന് മുകളിലൂടെയുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ആണ് കേട്ടോ ഇത്. ഇത് കാണാൻ വേണ്ടി ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും ഞങ്ങളെ പോലെ തന്നെ നിരാശയായിരുന്നു ഫലം. ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയോണ്ട് തന്നെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നു. ഞങ്ങൾ ഇതേ ഉറക്കമൊക്കെ ഒഴിഞ്ഞ് എറണാകുളത്ത് നിന്ന് കന്യാകുമാരി എത്തി. പക്ഷെ ഞങ്ങളെ പ്ലാനുകളൊക്കെ പൊട്ടി തകർന്ന് തരിപ്പണായൊരു ദിവസമായിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ ഓരോ പ്ലാൻ ഉണ്ടാക്കും, അത് പൊട്ടും, വീണ്ടും പ്ലാൻ ഉണ്ടാക്കും, വീണ്ടും പൊട്ടും. അങ്ങനെയൊക്കെയാണ് ജീവിതം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.